ഇങ്ങനെയുള്ള ഒരുപാട് ആയോധന കലകളും സാംസ്കാരികമായ രൂപങ്ങളും ചേരുമ്പോഴാണ് ഇന്ത്യ എന്ന ഒരു മഹത്തായ ഒരു ആശയം ജനിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് എല്ലാത്തിനെയും ഒറ്റ സ്മൃതിയിലേക്ക്, ഒറ്റ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി കെട്ടുക എളുപ്പമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തപ്പിയെടുത്താൽ ഓരോ നാടിനും പറയാൻ തച്ചോളി ഉദയനെ പോലെ, കതിരൂർ ഗുരുക്കളെ പോലെ, ഒരു പക്ഷേ വിജയിച്ചിട്ടും ചതിയിലൂടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ സ്മാരകമായി നിൽക്കുന്ന ഏഴരക്കണ്ടം പോലെ ഒരുപാട് കഥകളുണ്ടാവും. ആ സാംസ്കാരിക കഥകളുടെ തുടർച്ചയാണ് ഇന്ത്യ എന്നൊരാശയം. അത് ഈ കാലഘട്ടത്തിലെ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം കൂടിയാണ്. ഇവിടെ ഒരു കളരിയുടെ അക്കാഡമി വരുമ്പോൾ ഈ പൊന്നത്ത് ഈ കൂടി നിൽക്കുന്ന മനുഷ്യരിറങ്ങുമ്പോൾ അതൊരു പൊതു ഇടത്തിൻ്റെ രൂപീകരണം കൂടിയാണ്. ഞാനിതിനെ പറയുന്നത് പൊതുമണ്ഡലം എന്നാണ്. ആ അർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയം കൂടിയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇതേപോലെ ഒരുപാട് ആയോധന കലകളുണ്ട്. നിങ്ങൾ മണിപ്പൂരിലേക്ക് പോയാൽ താങ്ട കാണാം, ആന്ധ്രാപ്രദേശിലേക്ക് പോയാൽ നിങ്ങൾക്കവിടെ ലാത്തി ഖേൽ കാണാം, ബംഗാളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം മർദാനി ഖേൽ കാണാം, മഹാരാഷ്ട്രയിലേക്ക് പോയാൽ. കേരളത്തിലെത്തിയാൽ കളറിപ്പയറ്റ് കാണണമെങ്കിൽ അത് പൊന്നത്ത് വരണമെന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റിയായി പൊന്നം മാറുന്നു, പാട്യം മാറുന്നു, തലശ്ശേരി മാറുന്നു എന്നുള്ളതാണ്.